ഫാറ്റി ലിവറിനെ പറ്റി പറയുന്ന മുമ്പായിട്ട് മമ്മൂക്ക പറഞ്ഞൊരു കിടിലൻ കോട്ടൺ ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു രഹസ്യം പറഞ്ഞാൽ ഇവരാരും കേൾക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്ന ഇഷ്ടമുള്ള എല്ലാ ആഹാര സാധനങ്ങളും നമുക്ക് കഴിക്കാം, ഒരു കൊതിയും ഇഷ്ടമൊക്കെ തോന്നുമ്പോൾ. പക്ഷേ കഴിക്കുന്ന സമയത്ത് അത് അളവ് നമ്മൾ നിയന്ത്രിക്കാൻ തയ്യാറാവും. പല ആൾക്കാരും മറന്നു പോകുന്ന കാര്യം അത് തന്നെയാണ്. അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പിടിപെടുന്ന ഒരു കിടിലൻ രോഗം അതിനാണ് ഫാറ്റി ലിവർ. നമ്മുടെ ലിവറിന് ചുറ്റുമുള്ള ഫാറ്റിന്റെ അളവ് കൂടുമ്പോഴാണ് ഫാറ്റി ലിവർ ഫോം ആവുന്നത്. അതുപോലെ തന്നെ ബ്ലഡിൽ വരുന്ന ഇൻസുലിന്റെ അളവും ബ്ലഡിൽ വരുന്ന ഫാറ്റിന്റെ അളവും എക്സസിംഗ് ആയിട്ട് കൂടുമ്പോൾ ഫാറ്റി ലിവറിലോട്ട് നമ്മൾ ലീഡ് ചെയ്യാം. ഈ ഫാറ്റി ലിവർ എപ്പോഴും വന്ന് ഭവിക്കുന്നത് നമ്മളൊരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെ നടക്കുമ്പോഴാണ്. എങ്ങനെയാണ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമ്മൾ ഹെൽത്തിനെ കെയർ ചെയ്തില്ല, ഉറക്കം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല, ഫാറ്റി ഫുഡുകൾ കഴിക്കുന്നു, അതുപോലെ തന്നെ സോഡ ഐറ്റംസ് കഴിക്കുന്നു, ഷുഗർ ഐറ്റംസ് കൂടുതൽ കഴിക്കുന്നു, ഓയിലി കണ്ടൻസ് ഉള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നു. ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ വരാനുള്ള റീസൺ. പിന്നെ ആൽക്കോഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് റിവേഴ്സ് ചെയ്യുക. ബാലൻസ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, നല്ലൊരു വർക്കൗട്ട്, ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഫാറ്റി ലിവറിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ആവക്കാഡോ. പച്ചക്കറികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഗ്ഗങ്ങളായിട്ടുള്ള പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. അപ്പം നമുക്ക് പറഞ്ഞ കാര്യം മാത്രം എപ്പോഴും ഓർത്താൽ മതി. ഇഷ്ടമുള്ള എല്ലാം കഴിച്ചോ, പക്ഷേ ഇഷ്ടമുള്ള അത്രയും നിങ്ങൾ കഴിക്കരുത്. ലിവറിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ